ഒരു സിമ്പിൾ ഇലയുടെയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക. ഇനി അതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടിയും കുറച്ച് മൈദമാവൂടെ ഇട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണ്. നമ്മൾ സാധാരണ പരത്തുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലല്ല ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ഇഡ്ഡലി പരുവം അല്ലെങ്കിൽ ഒരു ദോശ പരുവം, ദോശയുടെ കാട്ടിലും കുറച്ചുകൂടെ നല്ലൊരു ഒരു ഒരു കുറച്ച് കട്ടിയിലിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിതാ ഈ ഒരു രീതിയിൽ ഇതിങ്ങനെ കുറുക്കി മിക്സ് ചെയ്ത് എടുക്കുവാണ്. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി, നമ്മുടെ ഫില്ലിങ്ങിനകത്ത് ശർക്കരയും തേങ്ങയും ആവശ്യത്തിന് ഉപ്പും നെയ്യും അതേപോലെ തന്നെ കുറച്ച് ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട്, ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫില്ലിങ്ങിനകത്തേക്ക് കുറച്ച് നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തക്ക കൂടെ അരിഞ്ഞിടുക. നമുക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ഉള്ളതൊക്കെ ആഡ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റാണ് എന്ത് ആഡ് ഓൺ ചെയ്താലും. ഇനി ഇതാണ് നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ വെക്കുന്നത്. അതിങ്ങനെ കുറച്ച് അരിഞ്ഞ് അതിനകത്തേക്ക് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇട്ടാൽ നമുക്ക് ഈ ഇലക്കകത്തത് ഇരുന്നോളും. അതിങ്ങനെ ആവിയിൽ വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. നല്ല മധുരമുള്ള നേന്ത്രപ്പഴം ആയതുകൊണ്ട് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കൂടെ ആഡ് ചെയ്യും. ഇനി എന്താ, ഇങ്ങനെ ഇത് ഇലയിലേക്ക് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം, ചെറിയതായിട്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഫില്ലിങ് വെച്ചിട്ട് മടക്കി വെച്ച് ആവി കയറ്റി എടുക്കുകയാണ്. നോർമലി നമ്മൾ ആവി കയറ്റി എടുക്കുന്ന പോലെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുന്നു. നല്ല ടേസ്റ്റാണ്. 4 മണിക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ലിങ് ആഡ് ചെയ്യാം. ഇതിൽ അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റിക്കൊണ്ടേയിരിക്കാം. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ബൈ.